സുകുമാർ ചേച്ചി എന്ത് വലിയ അലമാരാണ് വന്നേക്കണ. ആ കേറുന്നില്ലല്ലേ? ആ സോപ്പിട്ട് തോപ്പിച്ചാൽ മതി, കേൾക്കോ. മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത അലമാരയുടെ വേൾഡ് പ്രീമിയർ ദുബായ് ഹയാത്ത് റീജൻസിയിലെ ഗലേറിയയിൽ നടന്നു. സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ്, നായകൻ സണ്ണി വെയിൻ, നടൻ മണികണ്ഠൻ ആചാരി തുടങ്ങിയവർ പ്രീമിയർ ഷോ കാണാൻ എത്തിയിരുന്നു. ആട് ഒരു ഭീകരജീവിയാണ്, ആൻമേരി കലിപ്പിലാണ് എന്നീ വിജയ സിനിമകൾക്ക് ശേഷം മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന അലമാര 100% ഫാമിലി എന്റർടൈൻമെന്റ് സിനിമയാണ്. നിന്റെ പരിചയത്തിലേ വല്ല കള്ളന്മാരും ഉണ്ടാ? വിശ്വസിക്കാൻ പറ്റിയ കള്ളനായിരിക്കണം. തമ്പി ബോംബ് എടുക്കാവും കിട്ടേ. അരുണേട്ടാ അതെ, അലമാര എപ്പോ കൊണ്ടുവരും? ഒരു അലമാര ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും വളരെ മനോഹരമായി തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ബാങ്ക് ജീവനക്കാരനായ അരുണിന്റെ കല്യാണവും അതിനുശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും കുടുംബങ്ങൾ തമ്മിലുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മയുമായി മുന്നോട്ട് നീങ്ങുന്ന സിനിമയിൽ അരുൺ എന്ന കഥാപാത്രത്തെ സണ്ണി വെയിൻ പൂർണ്ണതയോട് കൂടി അവതരിപ്പിച്ചിട്ടുണ്ട്. അരുണിന്റെ അച്ഛനായി രഞ്ജി പണിക്കരും വളരെ നല്ല അഭിനയമാണ് കാഴ്ചവെക്കുന്നത്. പുതുമുഖ നടി അതിഥി രവിയുടെ അഭിനയം ഒരിക്കലും പുതുമുഖമെന്ന തോന്നൽ പോലും ഉണ്ടാക്കുന്നില്ല എന്നതിനപ്പുറം പക്വമായ അഭിനയമാണ് കാഴ്ചവെക്കുന്നത്. സംസ്ഥാന അവാർഡ് ജേതാവായ മണികണ്ഠൻ ആചാരിയും സിനിമയിൽ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടും യുവാക്കൾക്കും കുടുംബ പ്രേക്ഷകർക്കും ഒരു നല്ല എന്റർടൈൻമെന്റ് സിനിമ തന്നെയാണ് മിഥുൻ മാനുവൽ തോമസ് നൽകിയിരിക്കുന്നത്. അലമാരയുടെ ശബ്ദം മാത്രമായി വരുന്ന സലീം കുമാറിന്റെ സാന്നിധ്യം സിനിമയിലുടനീളം ഉണ്ടാകുന്നുണ്ട്. കടൽ കടന്നെത്തിയ അലമാരയുടെ പിന്നണി പ്രവർത്തകർക്ക് ഊഷ്മളമായ വരവേൽപ്പാണ് ദുബായ് ഗലേറിയയിൽ ലഭിച്ചത്. ബിഗ് 14 മിഡിൽ ഈസ്റ്റ്, ദുബായ്.